കോലത്തുനാടിന്റെ ഐതിഹ്യപ്പെരുമകളിൽ കണ്ടും കേട്ടുമറിഞ്ഞ കഥകളും കളരികളും നിരവധിയാണ്. നാട്ടിനടുന്ന കാട്ടുചെറുമിയുടെ ചുണ്ടിലുറയുന്ന വീരകഥ പാട്ടുകൾക്ക് കണ്ണീരുപ്പ് കലർന്ന വേദനയും പ്രതിഷേധത്തിന്റെ ചൂടും ചൂരുമുണ്ട്. വടക്കൻപാട്ടിലെ വീരനായികയായ ഉണ്ണിയാർച്ച നാദാപുരത്ത് ജോനകരുടെ കുറുമ്പടക്കിയ കഥയും ചതിയും കുടിപ്പകയും പുകഞ്ഞു പൊന്തുന്ന മൗന നൊമ്പരങ്ങളടങ്ങിയ വടക്കൻ വീരഗാഥകളും പാണന്മാർ നീട്ടിപ്പാടുമ്പോൾ ആ കഥകൾ ചോരമണം പുരണ്ട ഉറുമിയുടെ കഥ മാത്രമല്ല, അത്യുത്തരത്തിലെ കളരിയുടെ കഥയും കൂടിയാകുന്നു. ഒരുപാട് നിഗൂഢതകളും അത്ര തന്നെ അഭ്യാസ മികവും കാട്ടുന്ന കളരിമുറകളിൽ ഓരോ പഠനത്തിനും ഓരോ പ്രയോഗവശമുണ്ട്. കണ്ടില്ലേ, മനുഷ്യ ശരീരത്തിലെ ഒട്ടുമിക്ക മർമ്മഭാഗങ്ങളും കൂപ്പിയ ഈ കൈക്കുള്ളിൽ ഒളിപ്പിച്ചു വെക്കുമ്പോൾ പ്രതിരോധത്തിനും പ്രത്യാക്രമണത്തിനുമുള്ള തയ്യാറെടുപ്പ് ഇതിൽ അന്തർലീനമായി കിടക്കുന്നു. തെക്കൻ, വടക്കൻ, തുളുനാടൻ തുടങ്ങി 3 മുറകളും ഗുരുവണക്കം മുതൽ ചുഴറ്റിക്കാൽ വണക്കം വരെ 17 വണക്കങ്ങളും 18 പുരാണങ്ങളും 18 ദിവസവും 18 പടിയും തുടങ്ങി 18നുള്ള പ്രാധാന്യം കളരിക്കും കുറവല്ല. തിരിഞ്ഞു വലിയൽ മുതൽ അന്തമലക്കം വരെ 18 മെയ്യടവുകളും ഓതിരം, കടകം തുടങ്ങി ഗഭായഘട്ടം വരെ വ്യത്യസ്തമായ 18 അടവുകളും 18 കളരികൾക്കും കളരി പാരമ്പര്യത്തിൽ പ്രാധാന്യമുള്ളതാണ്. വിവിധ അളവുകളിലുള്ള വടികൊണ്ടുള്ള കോൽത്താരിയും കളരിയിൽ പ്രാധാന്യമേറുന്നു. മുച്ചാൺപയറ്റും, ആർച്ചാൺപയറ്റും, കേട്ടതാരിപ്പയറ്റും, പന്തീര് ചാൺപയറ്റും, പടവീശലും ഒറ്റപ്പയറ്റും കോൽത്താരിയിൽ പെടുന്നു. വിവിധ ലോഹ ആയുധങ്ങൾ കൊണ്ടുള്ള അങ്കത്താരി, വാൾപ്പയറ്റ്, വാളും പരിചയും പയറ്റ്, കഠാരപ്പയറ്റ്, കുന്തപ്പയറ്റ്, മറപിടിച്ച് കുന്തപ്പയറ്റ്, ഉറുമിവീശൽ, അതുപോലെ തന്നെ തെമ്പുകൈ, പഞ്ചുകൈ, അടിക്കൈ, വെട്ടുകൈ, തെറ്റകൈ, കൂട്ടുമുഷ്ടിക്കൈ എന്നിങ്ങനെ വെറും കൈയും. ശിലായുഗം തൊട്ട് മനുഷ്യർ സ്വരക്ഷയ്ക്കും ആത്മബലത്തിനും വേണ്ടി ശരീരം എങ്ങനെ രൂപപ്പെടുത്തിയെടുക്കണമെന്ന ചിന്ത രൂഢമൂലമായിരുന്നു. വേദകാലഘട്ടത്തിൽ യാദസംരക്ഷണത്തിനു വേണ്ടി മനുഷ്യർ ആയോധനമുറ ശീലിച്ചിരുന്നു. അതുകൊണ്ടുതന്നെ 4 വേദങ്ങൾക്കും 6 വേദാംഗങ്ങൾക്കും പുറമെ 4 ഉപവേദങ്ങളെയും ചേർത്ത് 14 വിദ്യകളെ ഉണ്ടാക്കി. ആയുർവേദവും ധനുർവേദവും ഗാന്ധർവവേദവും അർത്ഥശാസ്ത്രവും മനുഷ്യ പുരോഗതിക്ക് അത്യന്താപേക്ഷിതമാണെന്ന് കണ്ടെത്തി. ആയുർവേദം വൈദിക കർമാനുഷ്ഠാന വിരോധി രോഗനിവർത്തക ഔഷധ പ്രയോഗ പ്രതിപാദക ശാസ്ത്ര. ഇവിടെ നിന്നു തന്നെ കളരിയുടെ ആവശ്യകത പണ്ടുള്ളവർ തിരിച്ചറിഞ്ഞിരുന്നു. ധനുർവേദം ധനുർമുഷ്ടി സ്ഥിതി വിശേഷാകർഷണ വിമോശന പ്രയോഗ പ്രതിപാദക ശാസ്ത്ര. യഥാർത്ഥത്തിൽ ഇവിടെ നിന്നാണ് കളരിയുടെ ആരംഭം. കളരി ചികിത്സ ദോഷഫലങ്ങളില്ലാത്ത അസ്ഥി സംബന്ധമായും മർമ്മസംബന്ധമായും മറ്റ് അവയവ വിപുലീകരണത്തിനും ഉദാത്തമാണ്. അതോടൊപ്പം ഭാരതത്തിലെ എല്ലാ കലകളുടെയും പരിണാമദശ ആധ്യാത്മികതയാണ്. കളരിയിലും അത് വിഭിന്നമല്ല. സൈനികാഭ്യാസത്തിനുള്ള സ്ഥലം എന്നർത്ഥം വരുന്ന ഖലൂരിക എന്ന സംസ്കൃത പദത്തിൽ നിന്നാണ്
കളരി എന്ന പേരുണ്ടായതെന്ന് ചിലർ സമർത്ഥിക്കുന്നു. കേരളത്തിലെ കലകളിൽ ഒരു പ്രത്യേക സംസ്കാരമുള്ളതാണ്. എന്നാൽ അതിന് കളരി അഭ്യാസമില്ലാത്ത പ്രകടനം മിക്ക കലകൾക്കും സാധിക്കുകയില്ല. ക്ലാസിക് കലയായാലും നാടൻ കലയായാലും, ക്ലാസിക് കലകളിൽ കഥകളിയായാലും അതിന് മുമ്പുള്ള കൃഷ്ണാട്ടായാലും കൊണ്ട് കൂടിയാട്ടായാലും ഏത് കലയ്ക്കും ഈ കളരിയുടെ ബാലപാഠമെങ്കിലും അറിയാതെ സാധിക്കുകയില്ല. നാടൻ കളിയായാലും അങ്ങനെ, തെയ്യായാലും തെറിയായാലും പൂരക്കളിയായാലും അതെ, പൂരക്കളി കൂടുതൽ ബന്ധപ്പെടുന്നു. അതിന്റെ കച്ചകെട്ട് സമ്പ്രദായം പോലും അതിൽ അനുവർത്തിക്കുന്നുണ്ട്. അപ്പോ അതൊക്കെ കലയുടെ ആത്മാവായി തീരുന്നു. അതാണ് ഈ കളരിപ്പയറ്റ് എന്നുള്ളത്. കളരി അഭ്യാസമായി, കളരി ഒരു കലയായി മാറി. അത് മനുഷ്യന്റെ നന്മയ്ക്ക് വേണ്ടി, മറ്റേ ചിലപ്പോഴും നന്മയോടൊപ്പം തന്നെ മറ്റൊരു ശത്രു സംഹാരത്തിനുള്ള ഒരു പോംവഴിയായിട്ടും കൂടെ കാണുന്നു. ഏത് കലയെടുത്താലും നമുക്ക് പരിശോധിക്കാൻ സാധിക്കും ഈ കളരിപ്പയറ്റിന്റെ അഭ്യാസമില്ലാതെ സാധ്യമല്ല എന്ന്. ചിലത് കളരിപ്പയറ്റ് തന്നെയാണെന്ന് തോന്നത്തക്ക രീതിയിലുള്ള ഒരു അഭ്യാസമുറ, മതേതരമായ ഒരു കലാപാരമ്പര്യമായിട്ട് ഈ കളരി വിദ്യ ആയിത്തീർന്നിരിക്കുന്നു. നശിപ്പിക്കേണ്ടതിനെ മാത്രം നശിപ്പിക്കാനും അവിടെ നിലനിർത്തേണ്ടവയെ നിലനിർത്താനുള്ളതായ ഒരു പരിശീലനം മനുഷ്യനെ ചിന്തിക്കുന്നു. മനുഷ്യന്റെ നന്മക്കുള്ളതാണ് ഈ കല എന്നുള്ളതിന് യാതൊരു പക്ഷാന്തരവുമില്ല. അത്യുത്തര കേരളത്തിലെ തെയ്യങ്ങളിൽ ഒട്ടനവധിയും കളരി അഭ്യാസികളായി വളർന്ന് നാടിനു വേണ്ടി വീരമൃത്യു വരിച്ച ധീരന്മാരാണ്. കതിവന്നൂർ വീരനും കാരിഗുരുക്കളും മറ്റു തറവാടുകളിൽ വീരന്മാരായി ആരാധിച്ചു പോരുന്ന ഗുരുക്കൾ ദൈവവും ധീരന്മാരാണ് എന്നതുകൊണ്ട് തന്നെ ലക്ഷണമൊത്ത തെയ്യം കലാകാരൻ കളരി അഭ്യാസി കൂടിയായിരിക്കും. ഭരതമുനിയുടെ നാട്യശാസ്ത്രത്തിലൂന്നി കേരളത്തിൽ രൂപം കൊണ്ട് ഭാരതത്തിന്റെ യശസ് വാനോളം ഉയർത്തിയ കലാരൂപമാണ് കഥകളി. ആട്ടപ്രകാരത്തിൽ വേഷത്തിനും താളമേളങ്ങൾക്കും ഉള്ളതിനേക്കാൾ പ്രാധാന്യം ചുവടുകൾക്കും മുദ്രകൾക്കും മെയ്വഴക്കത്തിനുമാണ്. വർഷങ്ങളോളം നീണ്ടുനിൽക്കുന്ന കലാസപര്യയിൽ കളരിക്കുള്ള സ്വാധീനം അദ്വിതീയമാണ്. വടക്കൻ കേരളത്തിലെ ഭഗവതി ക്ഷേത്രങ്ങൾ മീനമാസത്തിലെ കാർത്തിക നാൾ തൊട്ട് പൂരം നാൾ വരെ പാടിയാടിക്കളിക്കുന്ന പൂരക്കളി മറത്തുകളിയിൽ ആയോധനമുറയ്ക്ക് ഒരുങ്ങുന്ന വേഷപ്രകൃതിയിലൂടെ ചൂടും ചൂരും വിടാതെ ചേകവന്മാർ പയറ്റും പോലെ വാക്പയറ്റും മത്സരക്കളിയും നടക്കുമ്പോൾ അതിൽ തെളിഞ്ഞു കാണുന്നത് കളരി കലാപാരമ്പര്യത്തിന്റെ നേർരേഖകളാണ്. കോൽക്കളിയിലും പരിചമുട്ടുകളിയിലും മറ്റ് പ്രാദേശിക കലകളിലും കുഞ്ചന്റെ തുള്ളൽ കലയിലും കളരിയുടെ സ്വാധീനം ഏറെയാണ്. കളരിപ്പയറ്റ് അഭ്യസിക്കുന്ന കേന്ദ്രങ്ങളിൽ ചില പ്രത്യേക സ്ഥാനത്ത് ഗുരുഭൂതന്മാരെയും ആരാധനാമൂർത്തികളെയും സങ്കല്പിക്കപ്പെട്ടിരിക്കുന്നു. ശരീരത്തിലെ ഷഡാധാര ക്രിയകളെ അടിസ്ഥാനമാക്കിയാണ് കളരിയിലുള്ള ഓരോ തട്ടുകളും സോപാനങ്ങൾ അടിസ്ഥാനമാക്കി അതിന്റെ അടിത്തട്ടിൽ ഗണപതി സ്ഥാനം കൊടുക്കും. ഗണപതി മുതൽ അങ്ങോട്ട് 5ാമത്തെ സോപാനത്തിൽ അത് ഗുരുസ്ഥാനം കൊടുക്കും. അതാണ് 7ാമത്തെ തട്ടിൽ ശിവപാർവതി. അപ്പൊ ആ സ്ഥാനങ്ങൾ കൊടുക്കുന്നത് അവർക്ക് ഉപദേവതപരമായിട്ടുള്ള ആളുകളുടെ സ്ഥാനങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട്. തൊട്ട് ഉള്ളത് നാഗത്തറയാണ്. ആ നാഗത്തറയ്ക്ക് ശേഷം ഗുരുസ്ഥലവും. ആ ഗുരുത്തറയ്ക്ക് ശേഷമാണ് പിന്നീട് 21 ക്ഷത്രിയ ഗുരുദാസന്മാരുടെ സ്ഥാനങ്ങൾ തന്നെ. കളരിയുടെ തെക്ക് പടിഞ്ഞാറ് നിരുതി കോണിൽ അഥവാ കന്നിമൂലക്ക് 7 പടികളുള്ള പൂത്തറയിൽ 6 പടികൾ ഷഠാധാരമെന്ന് കൽപ്പിക്കുന്നു. മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപൂരകം, അനാഹതം, വിശുദ്ധി, ആജ്ഞാചക്രം. ഇതിലൂടെ കുണ്ടലിനി ശക്തിയെ ഉണർത്തുക എന്ന ആധ്യാത്മിക തത്വം ഇതിലടങ്ങിയിരിക്കുന്നു. 7ാമത്തെ പടി മണിത്തറ, മണിപീഠം, 7ാം തൃപ്പടി എന്നെല്ലാം അറിയപ്പെടുന്നു.
7 വിരൽ നീളമുള്ളതും കൂമ്പാകൃതിയിൽ ചെത്തിയെടുത്തതുമായ ഒരു കല്ല് മണിത്തറയിൽ കാണാം. അത് കളരി പരദേവതയാണ്. കാലം കഥയ്ക്കു വേണ്ടി കളരികളെ തേടുമ്പോൾ ഒരുപാട് ഓർമ്മപ്പെടുത്തലുകളിലൂടെ മാന്ത്രിക താന്ത്രിക വ്രതകർമ്മങ്ങളുടെ കളരി ഉത്തര മലബാറിന്റെ, കേരളത്തിന്റെ, ഭാരതത്തിന്റെ കലാപൈതൃകങ്ങളിൽ ഒന്നായി മാറുകയാണ്. ആക്രമണോത്സുകരാകാതെ ക്ഷമാശീലവും ശാരീരികവും മാനസികവുമായ ഉണർവും കൈതെളിഞ്ഞ് മെയ്തെളിഞ്ഞ് ഒരായുധവും കയ്യിലില്ലെങ്കിലും ഏതു കടുത്ത പരീക്ഷണത്തെയും അതിജീവിക്കാൻ കളരിയോളം പോരുന്ന മറ്റൊരായോധന കല കേരളത്തിൽ അല്ലെങ്കിൽ ഭാരതത്തിൽ ഇല്ല എന്നു തന്നെ പറയാം.